ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എഗ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വൈറലായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള കുറേ കണ്ടപ്പോൾ വിചാരിച്ച് സിമ്പിൾ ആണല്ലോ, വീട്ടിലുള്ള സാധനമാണല്ലോ, അതൊക്കെ എടുത്ത് ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ച്. റെസിപ്പി ഏതാ മനസ്സിലായോ? ആ മുട്ട പുഴുങ്ങിയതും അല്ല ഓംലേറ്റും അല്ലാത്തൊരു റെസിപ്പി ഉണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ടോട്ടൽ 4 മുട്ടയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. 2 പുഴുങ്ങാൻ മാറ്റി വെച്ചിക്കണേ. 2 നമുക്ക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കലക്കിയും മാറ്റി വെക്കണം. ഇതിന് വേണമെങ്കിൽ 4 മുട്ട എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. 2 മുട്ട ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ആർഭാടായിക്കോട്ടെ വിചാരിച്ചിട്ട് 4 എടുത്തിക്കിടും. അപ്പോൾ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് കൂടാതെ നോക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് കലക്കിയെടുക്കാം. ഓംലേറ്റൊക്കെ ചെയ്യൂല, അതേപോലെ തന്നെ നന്നായിട്ട് കലക്കി മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മളൊരു ഉള്ളീൻ്റെ പകുതി ഉള്ളി എടുത്തിട്ട് ഓംലേറ്റിനൊക്കെ അരിയൂല അതേമാതിരി കുനുകുന അരിഞ്ഞെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഈ പകുതി ഉള്ളി മുഴുവൻ വേണമെന്നില്ല. ഒരു മുട്ടയിലൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും വേണ്ട കേട്ടോ ഉള്ളി. അതേപോലെ ഒരു പച്ചമുളകിൻ്റെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് അരിഞ്ഞെടുത്തെന്നുള്ളൂ. അങ്ങനെ അതാ 3 ഇൻഗ്രീഡിയൻസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത്, മുട്ട അടിച്ചത്, പിന്നെ ഉള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി ഒരു പാത്രം, കുണ്ടുള്ള ചീനച്ചട്ടി ആയിരിക്കും നന്നാവുക. അത് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള ആ മുട്ട ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ട അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ ഉള്ളി ആവശ്യം അതിനനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ലേശം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഇപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ആയിന്ന് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്താ അടി കരിഞ്ഞു പോകും. നല്ലോണം ഒന്ന് ചെറു തീയിലിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മേലെ ഭാഗം നല്ലോണം വെന്തിട്ട് മറിച്ചിട്ടാലും മതി. ഞാൻ അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടിക്കണ്. അപ്പോൾ ഇതാ അടിയൊന്നും കരിയാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇത് എടുക്കട്ടോ. ഈ ഡയറ്റിലൊക്കെ ആണവർക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിരിക്കും. നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ചെയ്യുക. പിന്നെ ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്കൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇതിൻ്റെ ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇത് ഇത്രയും ആകുമ്പോൾ ഇതും ഓവറാണ്. അപ്പോൾ ഒരു മുട്ട കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ലഞ്ച് ബോക്സിലേക്കും വേണമെങ്കിൽ വെച്ചെടുക്കാം. ടേസ്റ്റ് എന്ന് പറയാൻ സാധാ നമ്മളൊരു ഓംലേറ്റും പുഴുങ്ങിയ മുട്ടയും കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതന്നെ ടേസ്റ്റിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ആ ടേസ്റ്റ് തന്നെ. വേണമെങ്കിൽ ഒന്ന് റെസ്റ്റിന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്